മലയാള സിനിമയുടെ വിജയ തേരോട്ടം അങ്ങനെ തന്നെ തുടർന്നൊരു മാസമാണ് കടന്നുപോയത്. ഏപ്രിൽ. വിഷു എന്ന മലയാള സിനിമയുടെ ഏറ്റവും വലിയ സീസണുകളിൽ ഒന്ന് കടന്നുപോയ മാസം. ഏപ്രിൽ മാസം തിയേറ്ററുകളിലെത്തിയ സിനിമകൾ, അതില് ഏതൊക്കെ വിജയമായി, ഏതൊക്കെ പരാജയമായി, എന്തുകൊണ്ട് വിജയമായി, എന്തുകൊണ്ട് പൊട്ടിപ്പോയി എന്നൊക്കെ വിശകലനം ചെയ്യുന്ന ഏപ്രിൽ മൂവി അനാലിസിസ് ആണ് ഈ വീഡിയോ. അപ്പൊ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ആവേശം. ഏപ്രിൽ മാസത്തെ ആദ്യ മേജർ റിലീസുകൾ വന്ന ദിവസമായിരുന്നു ഏപ്രിൽ 11. 3 സിനിമകൾ ഒരേ ദിവസം റിലീസായി. അതില് മേജർ ഹൈപ്പോട് കൂടി വന്ന സിനിമയായിരുന്നു ഫഹദ് ഫാസിലിന്റെ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമ ആവേശം. റിലീസിന് മുന്നേ തന്നെ വൻ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത പടം. എന്തുകൊണ്ട് ഈ ഹൈപ്പ്? ഒന്നാമത്തെ കാരണം, രോമാഞ്ചം എന്ന കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന് സംവിധാനം ചെയ്ത ജിത്തു മാധവൻ എന്ന സംവിധായകന്റെ 2ാമത്തെ പടം. പിന്നെ ഫഹദിന്റെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ വേഷം. പിന്നെ സുഷിന്റെ ഗംഭീര പാട്ടുകൾ, പ്രത്യേകിച്ച് ഇല്ലുമിനാറ്റി. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പടം തിയേറ്ററിൽ തന്നെ കാണണമെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവാക്കളും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. യൂത്തിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിവസം, ആദ്യ ഷോ മുതൽ തന്നെ വൻ അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നത്. ഒരു പെർഫെക്റ്റ് ആക്ഷൻ കോമഡി എന്റർടൈനർ, പിന്നെ ഫഹദിന്റെ അഴിഞ്ഞാട്ടം. ഈ 2 ഫാക്ടറുകളാണ് പടത്തിന്റെ പ്രധാന പോസിറ്റീവായി പൊതുവെ എല്ലാവരും പറഞ്ഞത്. മതിയല്ലോ. അത്തരത്തിലൊരു എല്ലാം തികഞ്ഞ എന്റർടൈനർ മിസ് ചെയ്തിരുന്ന മലയാളി പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തി. രംഗണ്ണനെയും അംബാനെയും ബിബിയെയും ശാന്തനെയും അജുവിനെയും ഒക്കെ പിള്ളേർ തിയേറ്ററിൽ ആഘോഷമാക്കി. സിനിമയിൽ ഷൂട്ട് ചെയ്യാത്ത ഇല്ലുമിനാറ്റി പാട്ടിന് സിനിമ തീർന്ന് ടൈറ്റിൽസ് കാണിക്കുമ്പോൾ തിയേറ്ററിൽ ഡാൻസ് ചെയ്ത് അതും ആഘോഷിച്ചു പിള്ളേര്. ഇതൊക്കെയായി പടം വൻ ഹിറ്റിലേക്ക് കുതിക്കുമ്പോഴും ചില ഫാമിലി പ്രേക്ഷകർക്ക് പടം അത്രയ്ക്കങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാനാവില്ല. കാരണം പടം തുടങ്ങി തീരുന്നവരെ പ്രധാന കഥാപാത്രങ്ങൾ സിഗരറ്റ് വലിക്കാത്ത, വെള്ളമടിക്കാത്ത രംഗങ്ങൾ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ പടത്തിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ടൊക്കെ ഈ സിനിമ കാണാൻ ചിലരൊക്കെ മടിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അതൊന്നും യാതൊരു തരത്തിലും രംഗണ്ണനെയും പിള്ളേരെയും ബാധിച്ചില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ മികച്ച കളക്ഷൻ നേടി പടം 150 കോടി ക്ലബും കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പടം OTTയിൽ റിലീസാവുന്നത്. സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങി കൃത്യം 28ാം ദിവസം പടം OTTയിൽ. ഇത്ര പെട്ടെന്ന് ആവേശം OTTയിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അറ്റ്ലീസ്റ്റ് ഒരു 45 ദിവസമെങ്കിലും തിയേറ്റർ റൺ കൊടുത്തിരുന്നെങ്കിൽ. കേരളത്തിലെ കാര്യം പോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ പടം കയറി വരുന്ന ടൈമല്ലേ കുറച്ചുകൂടെ ആള് കയറി പോയാൻ. പിന്നെ ഇതൊക്കെ അവരുടെ കാര്യം, അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ഒരു കിടിലൻ പടം കിട്ടി, ഒരു കിടിലൻ പടം തിയേറ്ററിൽ അർമാദിച്ച് എൻജോയ് ചെയ്തു. ആ ഒരു സംതൃപ്തിയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആവേശത്തോടൊപ്പം ക്ലാഷിൽ തിയേറ്ററുകളിലെത്തിയ വിനീത് ശ്രീനിവാസൻ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. രണ്ടും തികച്ചും ഡിഫറന്റ് ആയ 2 ജോണർ പടങ്ങൾ ആയതുകൊണ്ടും 2 തരം പ്രേക്ഷകരെ മുന്നിൽ കണ്ടു ചെയ്ത സിനിമകൾ ആയതുകൊണ്ടും ശരിക്കും ഒരു ക്ലാഷും മത്സരവും ഒക്കെ ഉണ്ടായോ എന്ന് തന്നെ സംശയമാണ്. ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടാണ് ഈ 2 പടങ്ങൾ തമ്മിലും ഒരു മത്സരം മൂഡ് വന്നത്. ആവേശം സെക്കൻഡ് ഹാഫ് ലാഗ് ആണെന്നും പടം വീഴുമെന്നുമുള്ള തരത്തിൽ ഞാൻ മുഴുവൻ മീഡിയയുടെ മുന്നിൽ വെച്ച് പറഞ്ഞിരുന്നു. കൂടാതെ പണ്ട് തട്ടത്തിൻ മറയത്ത് വേഴ്സസ് ഉസ്താദ് ഹോട്ടൽ വന്നിട്ട് ഫൈനലിൽ തട്ടം തൂക്കിയതുപോലെ ഈ വിഷുവും വർഷങ്ങൾക്ക് ശേഷം തൂക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. 12 വർഷം മുന്നേ ഇതുപോലെ ഒരു പെരുന്നാൾ സമയത്ത് 2 പടമാണ്, തട്ടത്തിൻ മറയത്ത് ഉസ്താദ് ഹോട്ടൽ. അന്ന് നമ്മളാണ് 2 നല്ല പടം, ഗംഭീര പടം നമ്മൾ നോക്കി. രണ്ടാമത് പറഞ്ഞ ക്ലാഷിന്റെ കാര്യം ഓക്കെ, പക്ഷേ എന്ത് തമാശയാണെങ്കിലും തള്ളാണെങ്കിലും പ്രൊമോഷൻ ആണെങ്കിലും ശരി, കൂടെ ഇറങ്ങിയ മറ്റൊരു പടം മോശമാണെന്ന് ആദ്യ ദിവസം തന്നെ ഇത്രയും മീഡിയാസിന് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് എന്തോ അതിനോട് അത്ര പേഴ്സണലി യോജിപ്പില്ല. എന്തായാലും ധ്യാനിന്റെ ഈ ഓവർ കോൺഫിഡൻസിന് കിട്ടിയ ഒരു അടി പോലെ ആവേശത്തിനോട് യാതൊരു തരത്തിലും മത്സരിക്കാൻ വർഷങ്ങൾക്ക് ശേഷത്തിന് സാധിച്ചിട്ടില്ല. താൻ മനഃപൂർവ്വം തള്ളിയതാണെന്നൊക്കെ പുള്ളി പിന്നീട് പറഞ്ഞെങ്കിലും സ്വന്തം സിനിമയെ തള്ളിക്കയറ്റുന്നത് ഓക്കെ, പക്ഷേ അതിനുവേണ്ടി അടുത്ത പടം മോശമാണെന്ന് പറഞ്ഞത് എന്തോ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റിൽ പറയണേ. പിന്നെ പടം, നിവിൻ പോളി എന്ന ഒരൊറ്റൊരാളുടെ ഗംഭീര പ്രകടനത്തിലും ആ ഒരു ക്യാരക്ടറിലും മാത്രമാണ് പടം ഇത്ര ഒരു വിജയമായത്. വിനീത് ശ്രീനിവാസൻ ഇന്ന് മലയാള സിനിമയിലെ മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സംവിധായകനാണ്. സംഭവം പുള്ളിയുടെ പടങ്ങളൊക്കെ എത്ര ക്രിഞ്ചാണെന്നൊക്കെ പറഞ്ഞാലും വിനീതിന്റെ സിനിമയാണോ അത് കാണാൻ ഇവിടെ വലിയൊരു ശതമാനം ആളുകളുണ്ട്. അത് എത്ര മോശം പടമാണെന്ന് റിവ്യൂ വന്നാലും ആളുകൾ പോയി കാണും. തന്റെ മുൻ സിനിമകൾ കൊണ്ട് വിനീത് ശ്രീനിവാസൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രാൻഡ് പവർ ആണത്.
എന്തായാലും അങ്ങനെ സിനിമ കണ്ടവർക്കും സിനിമയെ പറ്റി രണ്ടഭിപ്രായമായിരുന്നു. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ മുന്നത്തെ വിനീത് സിനിമകൾ പോലെ ഈ സിനിമയിലെ പാട്ടുകളൊന്നും വലിയ ഓളമൊന്നും ഉണ്ടാക്കിയില്ല. അത് മനഃപൂർവ്വം അങ്ങനെ ഹിറ്റ് ആവാത്ത പാട്ടുകൾ ചെയ്തതാണെന്നാണ് വിനീത് ഏട്ടൻ തന്നെ പറയുന്നത്. സ്വന്തം സിനിമയിലെ പാട്ടുകൾ ഹിറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഹിറ്റ് ആവാത്ത പാട്ടുകൾ നോക്കി ചെയ്യുന്ന ഒരു സംവിധായകൻ. എന്തോ മിക്സഡ് അഭിപ്രായവും സോഷ്യൽ മീഡിയയിലെ ക്രിഞ്ച് നേവിളിയും ഒന്നും പക്ഷേ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ വലുതായി ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. പടം കാണേണ്ടവർ പടം കണ്ടു. അതുകൊണ്ട് തന്നെ 50 കോടിയിലധികം കളക്ഷൻ നേടി പടം ഒരു വിജയമായി മാറുകയും നിവിൻ പോളിയുടെ തിരിച്ചുവരവായി അടയാളപ്പെടുത്തുകയും ചെയ്തു. ജയ് ഗണേഷ്. ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷത്തിനും ഒപ്പം തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു രഞ്ജിത്ത് ശങ്കറിന്റെ ഉണ്ണി മുകുന്ദൻ ചിത്രം ജയ് ഗണേഷ്. പടത്തിന് വലിയൊരു ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഇതൊരു സൂപ്പർ ഹീറോ പടമാണെന്ന രീതിയിൽ വന്ന പോസ്റ്ററുകളും ട്രെയിലറും ഒക്കെ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരെ ആകർഷിച്ചിരുന്നു. രഞ്ജിത്ത് ശങ്കർ ഒരു അൺപ്രഡിക്റ്റബിൾ സംവിധായകൻ കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ പടം കയറി കൊളുത്തുമെന്നൊക്കെ പലരും കരുതിയിരുന്നു. പക്ഷേ ട്രെയിലർ കാണിച്ച് ആളെ പറ്റിച്ചൊരു ഫീൽ ആയിരുന്നു പലർക്കും സിനിമ കണ്ടപ്പോൾ. സൂപ്പർ ഹീറോയും ഇല്ല, ഫാന്റസിയും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ഒരു സാധാരണ ത്രില്ലർ സിനിമ. ഉണ്ണി മുകുന്ദന്റെ ഡീസന്റ് പെർഫോമൻസ്. ഇതൊക്കെയാണ് ആദ്യ ദിവസങ്ങളിൽ സിനിമയെ പറ്റി വന്ന അഭിപ്രായങ്ങൾ. ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷത്തിനും ഒപ്പം പിടിച്ചു നിൽക്കാൻ അതൊന്നും പോരായിരുന്നു എന്നുള്ളതാണ് സത്യം. ഗണപതി മിത്ത് വിവാദം ഉണ്ടായപ്പോ ജയ് ഗണേഷ് എന്ന പേരുമിട്ട് ഒരു പോസ്റ്റർ ഇറക്കി മാർക്കറ്റ് ചെയ്തു. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഒരു വിഭാഗം സപ്പോർട്ട്, ഒരു വിഭാഗം എതിർപ്പ്. എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് മാളികപ്പുറം പോലെ ഹിറ്റടിക്കാമെന്ന് പ്രതീക്ഷ ചെയ്ത പടമാണെന്ന് തോന്നുന്നു. ആ ഉദ്യമം നൈസായിട്ട് പാളി. ആദ്യ ദിവസം 1/2 കോടി രൂപയുടെ റെക്കോർഡ് കളക്ഷൻ നേടിയെങ്കിലും പടം തിയേറ്ററുകളിൽ വലിയ വിജയമാവാതെ. പവി കെയർടേക്കർ. പഴയ ദിലീപേട്ടൻ തിരികെ വരുന്നു എന്നുള്ളൊരു വൈബിൽ ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു പവി കെയർടേക്കർ. നടൻ കൂടിയായ സംവിധായകൻ വിനീത് കുമാർ ആയിരുന്നു സിനിമയുടെ സംവിധായകൻ. ഇലക്ഷൻ ദിനമായ ഏപ്രിൽ 26-നാണ് പടം തിയേറ്ററുകളിൽ എത്തിയത്. സിനിമയുടെ റിലീസിന് മുൻപ് ഇതാണ് അവസാനത്തെ പിടിവള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പടം കാണാൻ ദിലീപേട്ടൻ കരഞ്ഞു പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. പഴയ ദിലീപേട്ടന്റെ തിരിച്ചുവരവ് കാണാൻ തിയേറ്ററിൽ കയറിയവർ നമ്മുടെ ലിൻഡോ കുര്യനൊക്കെ ചെയ്യുന്ന മാഷപ്പ് വീഡിയോസ് ഇല്ലേ, അതുപോലൊരു മാഷപ്പ് സിനിമ കണ്ടിട്ടാണ് പുറത്തിറങ്ങിയത്. ബോഡി ഗാർഡ് പോലൊരു ലവ് സ്റ്റോറി, ഈ പറക്കും തളികയിലെ പോലുള്ള കോമഡി സീനുകൾ, അങ്ങനെ ഒത്തിരി സിനിമകൾ ഓർമ്മ വരും ഈ സിനിമ കാണുമ്പോൾ. പിന്നെ സ്വാഭാവികമായും ദിലീപ് സിനിമകൾ ഇറങ്ങുമ്പോൾ അത് ഡീഗ്രേഡ് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ സിനിമ നല്ലതാണെങ്കിൽ അതൊന്നും സിനിമയെ ബാധിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ രാമലീല. എന്തായിരുന്നു ആ സമയത്തെ പുകില്, ബഹിഷ്കരണവും ഡീഗ്രേഡിങ്ങും, മറ്റേ പടം വീണം ഇല്ല. കാരണം പടം ഗംഭീരമായിരുന്നു. പക്ഷേ ഇവിടെ പടം അത്ര ഗംഭീരമായിരുന്നില്ല. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു വന്ന പോസ്റ്റർ അടിക്കാൻ വേണ്ടി കയറ്റിയ ചളി തമാശകളൊക്കെ ആയി വന്ന പടം. നല്ലൊരു ത്രെഡ്, നല്ല പാട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തിയേറ്ററിൽ ആളെ കയറ്റുന്നതിൽ പരാജയപ്പെട്ടു. സ്റ്റിൽ ദിലീപിന്റെ കഴിഞ്ഞ സിനിമയായ തങ്കമണിയേക്കാൾ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ പവിക്ക്. എത്ര കരഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല. ആള് കയറണമെങ്കിൽ പടം നന്നായിരിക്കണം എന്നുള്ള പാഠം ഇതിലൂടെയെങ്കിലും എല്ലാവരും പഠിച്ചു കാണുമായിരിക്കും. അപ്പോ ഇതൊക്കെയാണ് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലെത്തി വിജയവും പരാജയവുമായി മാറിയ സിനിമകൾ. ഇതുകൂടാതെ സിജു വിൽസൺ നായകനായ പഞ്ചവത്സര പദ്ധതി എന്നൊരു സിനിമ കൂടി ഇറങ്ങിയായിരുന്നു. അത് കണ്ടവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റിൽ പറയണേ. ചാർ ചോർ, ഉടനടി മാംഗല്യം, തുരത്തിമലയിലെ തിരുത്തുകൾ എന്നിങ്ങനെ ചില സിനിമകൾ OTT-യിലും 5-ാം വേദം എന്ന സിനിമ തിയേറ്ററിലും റിലീസായി പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി. ഇനി നമ്മൾ അറിയാതെ ഏതെങ്കിലും സിനിമകൾ രഹസ്യമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റിൽ പറയുക. അപ്പോ ഓക്കെ, അടുത്ത മാസത്തെ അനാലിസിസുമായി വീണ്ടും കാണാം. ഓക്കെ.